മറവിച്ചക്കൻ്റെ വിക്കിപ്പെണ്ണ്. രചന ദിൽഷാദ് ദിൽ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ അലർച്ചയോടെ അവൻ ഒരിക്കൽ കൂടി അവൾ വിളിച്ചു. രക്തം തിളച്ചു മറിയുന്ന തന്റെ പുരുഷനെ കണ്ട് ഉദയുടെ ഉള്ളം നീറിപ്പോയെന്നുണ്ടെങ്കിലും അവൾ പിടിച്ചു നിന്നു. ശിരസ് താഴോട്ട് പോവാതിരിക്കാൻ ഉയർത്തിപ്പിടിച്ച് അവൾ ശ്രമിച്ചു. സഹീലിന്റെ കണ്ണിലെ തീ ഹുദക്ക് താങ്ങാനാവുന്നില്ല. പക്ഷേ പിടിച്ചു നിന്നേ പറ്റൂ. അവൾ ഓർത്തു, ആൺപുലിയേക്കാൾ ശൗര്യമുണ്ടാവും പെറ്റ പെൺപുലിക്കെന്ന സത്യം സഹീലിന്റെ തലച്ചോറിലൂടെ പായുകയായിരുന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് പെറാത്ത പെൺപുലിയാണ്. പക്ഷേ ഇരു ശൗര്യവും ഏതാണ്ട് ഒരുപോലെ. എന്താ നിനക്ക് വേണ്ടത്? കോപം കടിച്ചമർത്തി സഹീൽ ചോദിച്ചു. ഉള്ളിൽ അവളെ കൊല്ലാനുള്ള അത്രയും രോഷമുണ്ടായിരുന്നു. ഇങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ കളങ്കമില്ലാത്ത സ്നേഹം. അവൾ പെട്ടെന്ന് മറുപടി കൊടുത്തു. അതൊന്നും നീ പ്രതീക്ഷിക്കണ്ട. എങ്കിൽ ഇതിങ്ങനെ തുടരും. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹുദയിൽ തന്നെ അവൻ അല്പനേരം തറച്ചെന്നു. കാണിച്ചരാടി നിന്നെ. അവളെ ഒന്ന് ഉരുട്ടി നോക്കി സഹീൽ കഥക് വലിച്ചു തുറന്ന് പുറത്തേക്കിറങ്ങി. കോപത്തോടെ ഓരാടി അവൻ മുന്നോട്ട് വെച്ചു. കാറിൽ കയറാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് വീണ്ടും ഹുദയുടെ വിളി. അതെ. എന്താ എന്ന അർത്ഥത്തിൽ കോപം വായിക്കാതെ അവൻ തിരിഞ്ഞു നോക്കി. കാറിന്റെ ചാവി പൊക്കി പിടിച്ച് സഹീലിനെ നോക്കി അവിടുന്ന് പുഞ്ചിരിച്ചു. അതെ ആശാനെ, നാസ്ത കഴിക്കുന്നില്ലേ? കുസൃതിയുടെ അവൾ ചോദിച്ചു. നിന്റെ മറ്റവനുകൊണ്ടേ കൊടുക്കണേ നാസ്ത. ഹുദയെ നോക്കി അവൻ ചീറി. എനിക്ക് മറ്റവനായിട്ടുള്ളത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ പൊന്നെ. ചിരിയടക്കി അവൾ പറഞ്ഞു. അവളിൽ നിന്നും ചാവി തട്ടിപ്പറിച്ച് ഒന്ന് കണ്ണുരുട്ടി നോക്കി അവൻ കാറിൽ കയറിയതും ഹുദ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോകുന്ന സഹീലിനെ കണ്ട് അവളിലുണ്ടായ ചിരി ആ നിമിഷം മാഞ്ഞു പോവുകയായിരുന്നു. കുറച്ചൽപ്പ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോലെ ആ ഓർമ്മ അവന്റെ തലയിലേക്ക് പാഞ്ഞുപോയത്. ഉടനെ സഹീൽ കാർ സടനിട്ട് നിർത്തി. ഏതാനും ദിവസം പുറകോട്ട് അവന്റെ ഓർമ്മകൾ ചലിക്കുകയായിരുന്നു. അന്ന് കോൾബാറിൽ വെച്ച് ഹുദ പറഞ്ഞ വാക്കുകൾ. നിങ്ങളുടെ മറവിൽ ഒരു ഓർമ്മയെന്ന പോലെ ഞാനുണ്ടാവും എന്നവൾ പറഞ്ഞത്. അതേ സന്ദർഭം. അന്നും കാർ ചാവി എടുക്കാൻ മറന്നപ്പോഴാണ് അവളത് പറഞ്ഞത്. ഓരോന്നായി സഹീൽ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ മുറിയിലിരുന്ന് വിതുമ്പുകയായിരുന്നു സഹീലിന്റെ ഭാര്യ ഹുദ. ഓർക്കുന്തോറും ഹുദയുടെ ചങ്ക് കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. എന്താണ് തന്റെ തെറ്റെന്നറിയാതെ അവൾ വിതുമ്പൽ നിർത്താതെ കണ്ണീർ പൊഴിച്ചു. സഹീലിനോട് അത്തരത്തിൽ കടുപ്പിച്ച് പറഞ്ഞത് അവളെ തീർത്തും വിഷമിപ്പിക്കുകയായിരുന്നു. ഹുദ മോളെ. റസിയ നിർത്താതെ കഥകിൽ തട്ടി. മോളെ കഥക് തുറക്കും മോളെ, ഉമ്മയാ പറയുന്നത്. കണ്ണീര് തുടച്ചു ഹുദ എഴുന്നേറ്റിയെന്ന് കഥക് തുറന്നു. റസിയയും സഹീറയും കാര്യം പിടികിട്ടാൻ നിൽക്കുകയായിരുന്നു. എന്താ, എന്തു പറ്റി മോളെ? എന്തിനാവോ ഒച്ചയെടുത്ത്? അവനെന്താ ഒന്നും കഴിക്കാതെ പോയത്? പരിഭ്രമത്തോടെ റസിയ ചോദിച്ചു. ഹുദയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണീര് തുടച്ച് റസിയ അവളുടെ താടിയിൽ പിടിച്ചു. പറ മോളെ, ഉമ്മയല്ലേ ചോദിക്കുന്നേ? എനിക്കറിയില്ല ഉമ്മ. ഒരു കാര്യമില്ലാതെ സഹീറിനെ കുറ്റപ്പെടുത്തുക, വഴക്ക് പറയുക. തേങ്ങളോട് അവൾ പറഞ്ഞു. എന്തിനാവൻ നിന്നെ? സംശയത്തോടെ റസിയ ചോദിച്ചു. അറിയില്ല ഉമ്മ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. റസിയുടെ ചുമലിൽ ചാഞ്ഞ് അവൾ കരഞ്ഞു. ആ പോർക്കിങ്ങിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. റസിയുടെ രക്തം തിളച്ചു മറിഞ്ഞു. ഇങ്ങനെ വിഷമിപ്പിക്കാനാണോ അവനിവളെ കെട്ടിക്കൊണ്ടുവന്ന്? രണ്ടിലൊന്നും എനിക്കറിയണം. മോള് വിഷമിക്കാതെ. ഹുദയുടെ തോളിൽ തട്ടി അവർ സമാധാനിപ്പിച്ചു. മെല്ലെ അവൾ റസിയുടെ മുന്നിൽ നേരെ നിന്നു. ബാബി വിഷമിക്കാതെ, ഇക്കാക്കെങ്കിൽ വന്നോട്ടെ, നമുക്കിതിനൊരു തീരുമാനം എടുക്കാം. സഹീറയും ഹുദയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹുദ റസിയെ നോക്കി. വേണ്ടുമ്മ, സഹീലിനെ വഴക്ക് പറയണ്ട. കണ്ണീര് തുടച്ചവൾ പറഞ്ഞു. ഉമ്മ എന്നെ വീട്ടിൽ കൊണ്ട് വീട്ടേക്ക്, ഞാൻ അവിടെ കഴിഞ്ഞോളാം. മോളെ, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? ഇതാണ് നിന്റെ വീട്. നീ എൻ്റെ മൂത്ത മരുമകളാണ്, അല്ല മകളാണ്. ഇവിടെയുള്ള ഏത് കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളവളാണ് നീ. മോളെ ഹുദ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഉമ്മയെ കൂടി വിഷമിപ്പിക്കല്ലേ. നീ തോറ്റു കൊടുക്കരുത്. ഇപ്പോൾ നീ തോറ്റാലേ അവനതൊരു എളിത്തരമാവും. പാടില്ലത്. അവൻ്റെ കടിഞ്ഞാണ് നിന്റെ കയ്യിൽ എപ്പോഴും വേണം. ഹുദ തലയാട്ടി. മോളിങ് വാ, ചെറുതൊക്കെ എനിക്ക് മോളോട് പറയാനുണ്ട്. ഹുദയുടെ കൈ പിടിച്ച് വലിച്ച് റസിയെ തന്നെ മുറി ലക്ഷ്യമാക്കി നടന്നു. എന്താ ഇവിടെ? കാര്യങ്ങളറിയാതെ നാസർ റസിയുടെ മുന്നിലെത്തി. എന്താവാൻ, നമുക്ക് മൂത്തതായിട്ട് തലതെറിച്ച് ഒരുത്തനുണ്ടല്ലോ, അവനെ നേരെയാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നീ വാ മോളെ. നാസറിനോടൊന്ന് ചീറി ഹുദയുടെ കൈ പിടിച്ച് റസിയെ നടന്നു. ഇതെന്താ ഇപ്പൊ കൂത്ത്? കണ്ണുമിഴിച്ച് നാസർ റസിയുടെ പോക്ക് ശ്രദ്ധിച്ചു. അതെ ബാപ്പി, കാര്യം ഇത്തിരി ഗുരുതര. ഇന്ന് ഇക്കാക്കയുടെ കാര്യത്തിൽ ഉമ്മ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന തോന്നുന്നത്. കണ്ണിറുക്കി സഹീറ കളിയാക്കി പറഞ്ഞു. അതെന്താ ഇപ്പൊ പുതിയൊരു തീരുമാനം? അവന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ തീരുമാനങ്ങൾ എടുത്ത് പോരെ എന്റെ ഉമ്മാക്ക്? താടിയിൽ ചൂണ്ടുവിരൽ വെച്ച് നാസർ സംശയിക്കുകയായിരുന്നു. റസിയുടെ മുറിക്കുകളിൽ നാസറും സഹീറയും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സമയം കുറച്ചധികം കടന്നുപോയി. അമ്മായിയമ്മയും മരുമകളും അകത്ത് എന്തെടുക്കുവാണെന്ന് സംശയിച്ച് ഇരുവരും പരസ്പരം ഇഴിച്ചു നോക്കി.
മുഷിഞ്ഞപ്പോൾ നാസർ കൈ പുറകിൽ കെട്ടി മുറിക്ക് മുന്നിൽ ഉലാത്തുമ്പോൾ സഹീറയാവട്ടെ നഖം കടിച്ച് പകുതിയിലേറെ തീർത്തു. ഇടയ്ക്ക് നാസർ കതകിന്റെ കീഹോളിലൂടെ ഒളിഞ്ഞു നോക്കാനും ചെവി ചേർത്ത് പിടിച്ച് കേൾക്കാനുമൊക്കെ ശ്രമിച്ചു. സഹീറയെ നോക്കി രക്ഷയില്ലെന്ന അർത്ഥത്തിൽ അയാൾ കീഴ്ച്ചുണ്ട് മലർത്തി. മോൾക്ക് ഉമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹുദയുടെ കവിളിൽ തഴുകി റസിയെ ചോദിച്ചിരുന്നു മൂളി അവൾ ശിരസനക്കി. കതക് തുറന്ന് പുറത്തേക്കിറങ്ങിയ ഹുദ കണ്ടത് നാത്തൂനും അമ്മയപ്പനും ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ്. ഹുദയുടെ പിന്നിലായി റസിയയും വന്നു നിന്നു. ഇരുവരെയും കണ്ട ബാപ്പയും മകളും ചാടിയണീറ്റു. ഇവിടെ ഇത് എന്തൊക്കെയാടി റസിയ നടക്കുന്നത്? ആകാംക്ഷയും പരിഭ്രാന്തിയും തിങ്ങി നിറഞ്ഞ ഭാവത്തോടെ നാസർ ചോദിച്ചു. അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞുതരാം. റസിയ മറുപടി കൊടുത്ത് ഹുദയ്ക്ക് നേരെ തിരിഞ്ഞു. മോള് മുറിയിലേക്ക് പോയിക്കോ, എല്ലാം ഈ ഉമ്മ നേരെയാക്കും. റസിയെ നോക്കിയൊന്ന് മൂളി ഹുദ മുറിയിലേക്ക് ചലിച്ചു. അവൾ കൺമുന്നിൽ നിന്നും മറഞ്ഞുവെന്ന് കണ്ടപ്പോൾ റസിയ നാസറിന് നേരെ നോട്ടം തിരിച്ചു. മാസം 2 കഴിഞ്ഞില്ലേ? ജമീലോടൊന്ന് പോയിട്ട് അവളോട് ഉടൻ ഇവിടെ എത്താൻ പറയണം. എന്തിന്? ജമീല മകളുടെ പ്രസവത്തെ തുടർന്ന് പോയതല്ലേ? വീട്ടു ജോലി ചെയ്യാൻ വേറെ ആരെയും തൽക്കാലത്തേക്ക് നിർത്തണ്ടെന്ന് നീ പറഞ്ഞോണ്ടല്ലേ മറ്റാരെയും ഞാൻ കൊണ്ടുവരാത്ത? ഇപ്പൊ പെട്ടെന്നെന്താ ജമീലയുടെ അത്യാവശ്യം? നാസർ സംശയിച്ചു. വേണം, ജമീല ഉടൻ ഇവിടെ എത്തണം. അവളുടെ വക്രബുദ്ധി കുറച്ച് ആവശ്യമുണ്ട്. ഇന്ന് തന്നെ ജമീല ഇവിടെ എത്തണം. മോളെ സഹീറ, ഫോണെടുത്ത് ജമീലാന്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചേ, ഞാൻ സംസാരിക്കാം അവളോട്. റസിയിൽ നിന്ന് കൽപ്പന കിട്ടേണ്ട താമസം സഹീറ ജമീലയുടെ നമ്പറെടുത്ത് പച്ചബട്ടൻ അമർത്തി. ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷം നാസർ മൻസിലിന്റെ ഗേറ്റിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങിയായിരുന്നു ജമീല. ഒരൽപ്പം കൂടുതൽ തടിച്ച സ്ത്രീയായിരുന്നു ജമീല. റസിയുടെ അതേ പ്രായമുള്ള സ്ത്രീ. കറുത്ത ചർമ്മം, വെളുത്ത ഉണ്ടക്കണ്ണുകൾ, മുറുക്കി ചുവന്ന അധരങ്ങൾ, നരമായ്ക്കാൻ തേച്ച ഡൈ ജമീലയുടെ നെറ്റിലും അങ്ങിങ്ങായി പടർന്നിരിക്കുന്ന കാണാം. സാരിയാണ് ഇത്തയുടെ വേഷം. കൈകളിലെ കറുത്ത ഉണ്ടവെല്ലുകൾ ഞൊട്ടയൊടിച്ച് കൊണ്ടുവന്ന ബാണ്ടക്കെട്ട് കക്ഷത്തിൽ തിരികെ വെച്ച് ജമീല ഓട്ടോയിൽ നിന്നിറങ്ങി. മുറുക്കാനൊന്ന് ആഞ്ഞു തുപ്പി ഓട്ടോ ഡ്രൈവർ നോക്കി ജമീല ചോദിച്ചു. എത്രയായി പുള്ളേ? 50 രൂപ ഇത്താ, വിനയത്തോടെ അയാൾ പറഞ്ഞു. ഇന്റെ റബ്ബേ, 50 ഉറുപ്പിയെ? ജമീല നെഞ്ചിൽ കൈവച്ചു. അന്റെ പാട്ട വണ്ടിക്ക് എനിക്ക് വിൽക്കാൻ നോക്കണ ഈ ഞമ്മൾ 20 ഉറുപ്പിയാണ് തരും. അതും വാങ്ങി ഇടുന്ന് കഴിച്ചിലാക്കാൻ നോക്കി. 20? എന്താ ഇത്ത ഈ പറയുന്നത്? അതൊന്നും മുതലാവില്ലെത്താ. അല്ലെങ്കിൽ തന്നെ കുണ്ണിയും കുഴി നിറഞ്ഞ റോഡിലൂടെ വന്നതിന് ഇത്ത 100 രൂപ കൂടുതൽ തരണം. ഇത്തായതുകൊണ്ടാ ഞാൻ 50 ഒതുക്കിയത്. അയാൾ വിനയം കൂടുതൽ മുഖത്ത് പടർത്തി പറഞ്ഞു. അയ്യോ പുള്ളേ, അത് നമ്മൾ അറിഞ്ഞില്ലട്ടാ. ഇത്രയും മൊഹബത്ത് എനിക്ക് നമ്മളോടുണ്ടല്ലേ. ആ 50 ഉറുപ്പിയും കൂടി അനക്കങ്ങ് ഒഴിവാക്കരുതോ? അയ്യോ ഇത്ത, അത് പിന്നെ. അയാൾ തല ചൊറിഞ്ഞ് എളിഭ്യതയോടെ ജമീലയെ നോക്കി. മതി എന്റെ കിന്നാരം. പാടച്ചോനെ, എനക്ക് തന്ന പോലെ വേറെ ആർക്ക് ഈ ഇത്രയും ചന്ത കൊടുക്കല്ലേ. ഓരോരുത്തർമാര് കിന്നരിച്ച് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ മനുഷ്യന്. അയ്യേ, ജമീലയുടെ പിറുപിറുക്കൽ കേട്ട ഡ്രൈവറുടെ ചുണ്ടുകൾ കൂടി. ഇന്നാ എന്റെ 50 ഉറുപ്പ്യ. ഇങ്ങനെയുള്ള പാവങ്ങൾ ഈ പാറ്റിക്കല പുള്ളേ. 50 രൂപ ഡ്രൈവറിന് വെച്ചുകൊടുത്ത് ജമീല ഗേറ്റിന്റെ ഓടാമ്പൽ നീക്കി തള്ളി തുറന്നു. അവരുടെ വരവറിഞ്ഞ റസിയും നാസറും സഹീറയും ഉമ്മറത്ത് വന്നു നിന്നു. മുറുക്കാൻ ചവച്ച് കറയിൽ തീർത്ത പല്ല് പുറത്തു കാട്ടി എല്ലാവരെയും നോക്കി മനോഹരമായി ജമീല വിളിച്ചു കാണിച്ചു. അല്ല പുള്ളേ, എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മളോട് എഴുന്നള്ളാൻ പറഞ്ഞേ? റസിയെ നോക്കി അവർ ചോദിച്ചു. അതൊക്കെ പറയാം, നീ അകത്തേക്ക് വാ ജമീല. ജമീല താത്തയുടെ കൈ പിടിച്ചു വലിച്ച് റസി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ബാപ്പയും മകളും ഒന്നും മനസ്സിലാവാതെ പരസ്പരം മിഴിച്ചു നോക്കുകയായിരുന്നു. അപ്പൊ അതാണ് കാര്യം. എല്ലാ വിവരം കേട്ടുകഴിഞ്ഞ് ജമീല പറഞ്ഞു. ഇരുവരും റസിയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഓൾക്ക് അല്പം വിക്കലുണ്ടെന്ന് കരുതി ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു കുറവാണെത്താ. എനിക്കറിയില്ല ജമീല, ഓന്റെ മനസ്സിലെന്താന്ന്. വല്ലാത്ത ചൂടിലാണോ നീ? ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒട്ടും ഇഷ്ടമില്ലാത്ത ബന്ധമായിരുന്നല്ലോ ഇത്. പോരാത്തതിന് നഷ്ടപ്രണയം കൂടി അവനുണ്ട്. ചിലപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെയൊക്കെ പക ഞങ്ങളോട് തീർക്കാവൻ. റസിയെ പരിതപിച്ചു. വെറുതെ വേണ്ടാത്ത ചിന്തയൊന്നും തലയിൽ കയറ്റിലെന്തെത്താ. ഒക്കെ നമുക്ക് സലാമത്താക്കാന്ന്. അതിരിക്കട്ടെ, ഏടെത്താടെ മരുവോള്? മുകളിലെ മുറിയിലുണ്ട്. അതിനാണെങ്കിൽ കരയാൻ മാത്രമേ നേരമുള്ളൂ. ഇതങ്ങൾ ബേജാറാവതി. എന്ത് ബലാമുസീബത്തിനൊരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതും അത്രയ്ക്കേ ഉള്ളൂന്നേ. നിക്കാഹ് എനിക്ക് കൂടാൻ പറ്റിയില്ല. ഈ താഴെ മരുമോളെ ഞാൻ കണ്ണ് നിറച്ച് കാണട്ടെ, എന്നിട്ട് ഏടെ പണി തുടങ്ങാന്ന് നമ്മൾ ആലോചിക്കാം. ഇരുവരും ഹുദയുടെ മുറി ലക്ഷ്യമാക്കി ചലിച്ചു. കതക് തുറന്ന ഹുദയെ കണ്ട് ജമീല സ്വയം അറിയാതെ വാപ്പൊളിച്ചു. മുറുക്കാൻ കലർന്ന മിശ്രിതം ജമീലയുടെ കീഴ്ചുണ്ടു വഴി താഴേക്ക് ഇറങ്ങിയതും ഹുദയുടെ മുഖം ഛർദ്ദിക്കാൻ പാകത്തിലൊന്ന് കൂടിപ്പോയി. സ്വബോധം വീണ്ടെടുത്ത ജമീല പുറം കൈകൊണ്ട് തുടച്ചു നീക്കി. ഇങ്ങനെ ഒരു തങ്കക്കുട്ടീനെ കിട്ടിയിട്ടാണോ ആ ചെറുക്ക മോർ തിരിച്ച് ഇറക്കണേ? ജമീല അറിയാതെ ചോദിച്ചു. ജമീലയെ ആദ്യമായി കാണുന്ന ഹുദ ആരായെന്ന മട്ടിൽ റസിയെ നോക്കി. മോളെ, ഇത് ജമീല. കുറച്ചു നാൾ മുമ്പ് വരെ ഈ വീട്ടിലെ അംഗത്തെ പോലെ ആയിരുന്നു ജമീല. ഇവിടെയുള്ള മുഴുവൻ ജോലിയും ജമീല ശരവേഗത്തിൽ ചെയ്തു തീർക്കും. ഉമ്മ ജമീലയെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിനൊരു ഉദ്ദേശമുണ്ട്. മോളുടെയും സഹീലിൻ്റെ ഇടയിലുള്ള പുകച്ചിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതിയോ? അതിനൊരു അവസാനം നമുക്ക് കാണണ്ടേ? ഈ ജമീല കാണുന്ന പോലെയല്ല, കാഞ്ഞ ബുദ്ധിയാ. പോയിത്ത മക്കാറാക്കാതെ. ജമീല ചമ്മിയെ പോലെ മോണകാട്ടി ഇളിച്ചു. റസിയ പറഞ്ഞു. തൽക്കാലം ഇവിടുത്തെ വീട്ടുജോലികളും മറ്റും ചെയ്ത് ജമീല കുറച്ചു നാൾ നമ്മളോടൊപ്പം ഉണ്ടാവും.
ജമീലയുടെ പ്രധാന ജോലി മോള് വഴി സഹീലിന്റെ മനസ്സ് മാറ്റുക എന്നാണ്. അതുകൊണ്ട് ജമീല പറയുന്നൊക്കെ മോൾ അനുസരിക്കണം. ഇതൊക്കെ വേണം ഉമ്മ. ഇനി ഇതിന്റെ പേരിലാവും സഹീൽ അടുത്ത പ്രശ്നമായിട്ട് വരുന്നത്. മുഷിപ്പോടെ ഹുദ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. മോൾ എതിരൊന്നും പറയരുത്. അവന്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? മനസ്സില്ല മനസ്സോടെ ഹുദ അനുവാദമായി മൂളി. ആ എങ്കിലേ ഇത്ത കോണിപ്പോടി ഇറങ്ങിക്കോളി. എനിക്ക് ഈ സുന്ദരി കൊച്ചിനോട് ചില രഹസ്യങ്ങൾ പിറുക്കാനുണ്ട്. ജമീൽ അകത്ത് കയറി. ഒന്ന് തലയാട്ടി റസിയെ തിരിഞ്ഞടന്നു. നാലുവിന്റെ റബ്ബേ, പെരുന്നാൾ നിലാവിച്ച പോലെയുള്ള ഈ കൊച്ചിനെ കിട്ടിയിട്ട് ഒന്നും മിണ്ടാൻ കൂടി നിൽക്കാത്ത ഷണ്ണനാണ് അവളുടെ കെട്ടിയാൻ. താടിക്ക് കൈ കൊടുത്ത് ജമീൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ദേ, നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എന്റെ സഹീലിന് കുറ്റം പറഞ്ഞ വയസ്സിന് മൂത്താണെന്ന് ഓർക്കില്ല ഞാൻ. ജമീലെ നോക്കി ഹുദ സടകുടഞ്ഞു. അയ്യോ, എന്റെ മോളിച്ച് അത് വിട്ടുകളാ. ഞാൻ വെറുതെ മക്കാറ് പറഞ്ഞല്ലേ. ഹുദയുടെ കോപം കണ്ട ജമീല പ്ലേറ്റ് മലർത്തി. അവളൊന്ന് കടുപ്പത്തിന് മൂളി. അല്ല, ശരിക്കും എന്താ ഓന്റെ പ്രശ്നം? ഓൻ എന്നെ ഒന്ന് തൊടുപോലും ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി എന്തോ പെരുത്തതാണ്. അതാണ് ഓന്റെ തിരിഞ്ഞുപോക്കിന്റെ കാരണം. ആവോ, എനിക്കറിയില്ല. മുമ്പെങ്ങോ ആസി എന്ന പേരുള്ള പെണ്ണുമായിട്ട് ഈ അടുപ്പത്തിലായിരുന്നു. ആ പ്രണയം തകർന്നു പോയി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും എനിക്കറിയില്ല. ആ കഥകളൊക്കെ ഹുദ ജമീലയോട് പറഞ്ഞു. ജമീല മൂളി. ആദ്യത്തെ അനുരാഗം കൽബിൽ ഉറഞ്ഞു കിടന്ന അത് കുഴപ്പാണ്. അതൊക്കെ പോട്ടെ, നീയായി കെട്ടുറപ്പിച്ച ശേഷം ഓനോട് ഈ കൽബ് ഓർന്നില്ലേ? ജമീല ചോദിച്ചു. എവിടെന്ന് പല കുറി ഞാൻ ശ്രമിച്ചു. ഫോണിലൂടെ ഒരിക്കലും വിളിച്ചു നോക്കി. അപ്പോഴൊക്കെ എന്നെ കടിച്ചു കീറാൻ വരും. ഹുദയുടെ മുഖം വാർന്ന് ജമീല ശ്രദ്ധിക്കുകയായിരുന്നു. സംഗതി സ്വല്പം ബേജാറ് ഏർപ്പാടാണ് പുള്ളേ. ഒരാളെ നമുക്ക് ഏത് വിധേനെ അനുരാഗത്തിൽ വീഴ്ത്താം. പക്കെങ്കിൽ അനുരാഗിക്കില്ല സ്നേഹിക്കില്ലെന്ന് ബാസി പിടിച്ചോലെ സ്നേഹിപ്പിക്കാൻ കുറച്ച് പാടാ. ഈ ഉറക്കം അഭിനയിച്ചോലെ ഉണർത്താൻ പാടുവിടുന്ന പോലെ. പക്ഷേ ഈടെ ഞമ്മക്കൊരു ചാൻസ് ഉണ്ട്. എന്തായെന്നർത്ഥത്തിൽ ഹുദയുടെ മിഴികൾ ആകാംക്ഷാഭരിതമായി. മോളുടെ ഉള്ളം തുറന്നാൽ തീരാവുന്നേ ഉള്ളൂ ഓൻ്റെ ഈ വീറും വാശിയും ശാട്ടിയൊക്കെ. ബാക്കിയെങ്കിൽ അതിനുള്ള സന്ദർഭം നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്യണം. ഇത്ത പറയുന്ന എനിക്ക് സംശയത്തോടെ അവൾ ചോദിച്ചു. പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ മുൻകൈ എടുത്താൽ നമ്മുടെയൊക്കെ ആണുങ്ങളെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂ. ഞാൻ പറയുന്ന പോലെ ഈ ചെയ്യ്. സംഗതി വിജയിച്ച എൻ്റെ കാൽബോന് തുറന്നു കൊടുക്ക്. എല്ലാം നേരെയാവും. എന്ത് ചെയ്യാനാണ് ഈത്ത പറയുന്നത്? ആ, പറഞ്ഞുതരാം. ചില നുറുക്ക് വിദ്യകൾ ജമീല ഹുദക്ക് ഓതിക്കൊടുക്കുമ്പോൾ അവളുടെ കവിളുകൾ നാണത്താൽ തുടുക്കുകയായിരുന്നു. അന്ന് രാത്രി അല്പം വൈകിയാണ് സഹീൽ വീട്ടിലെത്തിയത്. മനഃപൂർവ്വം വൈകിയെത്തിയതാണെന്ന് അവൻ്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. അകത്തോട്ട് ചൂടുവെച്ച സഹീൽ ആദ്യം കണ്ടത് മുഖം വീർപ്പിച്ചിരിക്കുന്ന റസിയെയും കണ്ണുകൾ തൂക്കുന്ന ബാപ്പിയെയുമാണ്. സഭയിൽ സഹീറയില്ല. എവിടെ ആയിരുന്നടാ ഈ ഇത്രയും നേരം? കണ്ണുരുട്ടി റസിയ മകനോട് ചോദിച്ചതിന് ഉണർന്നതാവട്ടെ നാസറും. മുമ്പിലതാ സൽപുത്രൻ. എടാ വിവരദോഷി, മുമ്പത്തെ പോലെയല്ല നീ ഇപ്പോ. നിന്നെ കാത്തൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നുള്ള വിചാരമാണ് നിനക്ക്. ഉറക്കച്ചടവോടെയാണെങ്കിലും നാസർ മകനെ നോക്കി ചീറി. എന്നെ കാത്തിരിക്കാൻ ഞാനിവിടെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മുഷിച്ചിരുടാമൻ മന്ത്രിച്ചു. ദേ, ഒരൊറ്റ തേമ്പോ ചെന്നാളിട്ട് ഞാൻ. നാസർ കുതിച്ചാടി കയ്യോങ്ങിയതും സഹീൽ രണ്ടടി പുറകോട്ട് വെച്ചു. നിക്കാഹ് കഴിഞ്ഞിങ്ങോട്ട് വന്ന് ഏതാണ്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ കടയിലേക്ക് ചാടി പുറപ്പെടാൻ ഞങ്ങൾ അറിയാത്ത പോലെ സ്വർണ്ണക്കട്ടി ഇരിപ്പുണ്ടോടാ അവിടെ? സഹീൽ മിണ്ടിയില്ല. കടയിലുള്ളത് ഞങ്ങൾക്ക് കൂടി അറിയാവുന്ന സ്റ്റോക്കല്ലേ, പിന്നെന്താ? അത് പിന്നെ പോട്ടേ നോക്കാം. കച്ചവടത്തിനോടുള്ള ആത്മാർത്ഥമായിട്ട് അതിന് കണക്കാക്കാം. പക്ഷെ ഈ നേരം വൈകിയുള്ള വരവ് അതെന്തിനാ? ആരെ തോൽപ്പിക്കാനാണ് നിന്റെ പടപ്പുറപ്പാട്? ബാപ്പി, ആരെയും തോൽപ്പിക്കാനല്ല. കടയിൽ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു, അതാ ലേറ്റായത്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോ ഷോപ്പ് പൂട്ടി പോയിക്കളാൻ ബാബുവിനെ ഏൽപ്പിച്ച് നീ നേരത്തെ ഇറങ്ങിയെന്നാൾ അറിഞ്ഞത്. ഇടക്കയറി റസി ചോദിച്ചു. അത് ഞാൻ പിന്നെ... വാക്കുകൾ കിട്ടാതെ സഹീൽ പരിങ്ങി. വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്, റസിയ പറഞ്ഞു. സഹീൽ തലയനക്കി. ഈ വല്ലതും കഴിച്ചോ? ആ, ഞാൻ കഴിച്ചിട്ടാ വന്നു. എങ്കിൽ പോയി കിടന്നോ. മുറിയിൽ ഹുദ നിന്നെ കാത്തിരിക്കുകയാണ്. അവൻ മുന്നോട്ട് ചലിച്ചു. മുന്നിലാതെ ജമീല. ജമീല താത്ത ഇത് എപ്പോഴെത്തി? ആശ്ചര്യത്തോടെ അവൻ ചോദിച്ചു. നമ്മൾ രാവിലെ വന്നേക്കണ പുള്ളേ. ഈടെ വന്നപ്പോൾ ഈയില്ല. ബാക്കിയെങ്കിലും എൻ്റെ ബീവിയെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു. ഓളൊരു മൊഞ്ചത്തി തന്നെ അപ്പാ. ഓളണക്ക് നല്ലോണം ചേരും. സന്തോഷത്തോടെ ജമീല പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. എന്തായിത്താ പ്രത്യേകിച്ച് പെട്ടെന്നൊരു വരവ്? സംശയത്തോടെ ജമീല അവൻ നോട്ടം പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല പുള്ളേ. എൻ്റെ ഉമ്മ ഒരു കൈസായത്തിന് നമ്മളോട് ഈട വരാൻ പറഞ്ഞ് നമ്മൾ വന്ന്. ഈ അത്ര കണക്കാക്കിയാൽ മതിയെന്ന് ഇളിയോടെ ജമീല പറഞ്ഞു. ജമീലയുടെ തിരിച്ചുവരവിൽ അല്പം സംശയം അവനിൽ പുകഞ്ഞെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ സഹീർ മുറി ലക്ഷ്യമാക്കി. കഥക് തുറന്ന് പ്രവേശിച്ച അവൻ്റെ ഉള്ളമെന്ന് അല്പം ആന്തി. അണിഞ്ഞൊരുങ്ങി എന്തിനും തയ്യാറെന്ന മട്ടിൽ ഉദയിരിക്കുന്നു. മുല്ലപ്പൂക്കൾ ചൂടി വശ്യമായ മിഴികളോടെ
അവൾ തന്റെ പുരുഷനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ നോട്ടം സെഹീലിന്റെ ആഴങ്ങളിൽ ഒഴുകിയിറങ്ങി. എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ അവന്റെ ഹൃദയം തുടിച്ചു. അവൻ പോലും അറിയാതെ അവന്റെ കൈകൾ ഹുദയിലേക്ക് നീങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ ഞൊടിയിടയിൽ അവനത് നിയന്ത്രിച്ചു. ഹുദയിൽ നിന്നും തലതിരിച്ച് കുളിമുറിയിലേക്ക് അവൻ നടന്നു. കഥ കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവൻ ഹുദയെ നോക്കി. ആളമയക്കുന്ന പുഞ്ചിരി അപ്പോഴും അവളിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. ഒന്ന് ഞെട്ടിയ സെഹീൽ വെപ്രാളത്തോടെ കഥ കടിച്ച് തിരിഞ്ഞു. ഇവിടുത്തെ എന്തിനുള്ള പുറപ്പെടാ? അല്പനേരം അവൻ സംശയിച്ച് നിൽക്കുകയായിരുന്നു. രാത്രി നന്നായി കനത്തു. അരികിൽ കിടക്കുന്ന ഹുദയുടെ പരിമളം സെഹീലിന്റെ സിരകളിൽ പാഞ്ഞു കളിച്ചു. എന്തിനൊക്കെയോ വേണ്ടി അവന്റെ ഉള്ളം ദാഹിച്ചു. ഹുദയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പുറംതിരിഞ്ഞിടക്കുന്ന തന്റെ പുരുഷനിലേക്ക് പരമാവധി അവൾ ചേർന്ന് കിടന്നു. അവളുടെ സ്പർശനം തിരിച്ചറിഞ്ഞ സെഹീലിന് ശരീരത്തിലാകമാനം മിന്നൽ പാഞ്ഞതുപോലെ തോന്നി. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഹുദയുടെ കാർക്കൂന്തൽ എണ്ണയുടെ നറുമണം സെഹീലിന്റെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് ഒഴുകി നടന്നു. ഒട്ടിയൊട്ടി നന്നായി ചേർന്ന് കിടക്കുന്ന അവളുടെ തുടുത്ത മാറിന്റെ മൃദുലത അവന്റെ മുതുകിൽ അമർന്നപ്പോൾ സെഹീൽ വിയർക്കാനും വിറക്കാനും തുടങ്ങി. അപ്പോഴും തന്റെ കുസൃതി നിർത്താതെ അവൾ തുടർന്നു. സെഹീലിന്റെ കണങ്കാലിലൂടെ അവൾ തന്റെ കാൽവിരൽ കൊണ്ട് ചിത്രപ്പണി ചെയ്തു. ഇത്രയുമായപ്പോൾ സെഹീലിനെ പിടിച്ചു നിൽക്കാനായില്ല. മതിയാക്കടി എന്നലറിക്കൊണ്ട് അവൻ ചാടിയണീറ്റ് ലൈറ്റിട്ടു. അപ്പോ ഇതാണല്ലേ നിന്റെ ഉള്ളിലിരിപ്പ്? വിക്കലോട് അവൻ ചോദിച്ചു. യാ റബ്ബേ, ഇങ്ങക്ക് വിക്കലോ? ഇതെന്താപ്പ കഥ? അടുത്ത് കിടന്ന പകരുന്ന വല്ലാണോ ഈ വിക്കല്? അവന്റെ കണ്ണുകളിൽ നോക്കി അവൾ കളിയാക്കി. അതേടി, എനിക്ക് വിക്കലാണ്, പക്ഷെ നിന്റെ പൂതി നടക്കില്ല. അവൻ അവളെ നോക്കി ചൊടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.